ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി പിതാവിനോട് അച്ഛൻ എന്താണ് ഇത്ര പക, ഇത്ര വൈരാഗ്യം? പകയോ വൈരാഗ്യോ എനിക്കോ? ഏയ്, ഒട്ടുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം, 307 പേജിൻ്റെ പുസ്തകം. ആ പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ചയിൽ പരിചയപ്പെടുത്താം. അത് 3 ദിവസം മുമ്പാണ് അതിൻ്റെ കോപ്പികൾ കിട്ടിയത്. അതിൻ്റെ ഒരു കോപ്പി പാമ്പ്ളാനി പിതാവിന് അയച്ചിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കാണും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ കിട്ടും. പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സീറോ മലബാർ മെത്രാന്മാർക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാമ്പ്ളാനി പിതാവിനോടോ ഏതെങ്കിലും മെത്രാന്മാരോടോ എനിക്ക് പകയോ വൈരാഗ്യമോ ഇല്ലെന്ന് മാത്രമല്ല, അവരോടെല്ലാം ഒരു മെത്രാൻ എന്ന സ്ഥാനം അർഹിക്കുന്ന ബഹുമാനവും ആദരവും എല്ലാം എനിക്കുണ്ട്. അതേസമയം അവർ ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പുണ്ട്. അവരങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നെനിക്ക് വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. എന്ന് വിചാരിച്ചിട്ട് അവരെയോ അവരുടെ സ്ഥാനത്തെയോ ഒരല്പം പോലും മോശമായി കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പക, വൈരാഗ്യം എന്നെ അടുത്തറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും. അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യനാണ് ഞാൻ. എനിക്കതിൽ ഒരുപാട് കേസുകളുണ്ടായിരുന്നു. ഹൈക്കോടതിയിലും അങ്ങനെയൊക്കെ കേസുകളുണ്ടായിരുന്നു. പുറത്തുള്ളവർ, അതായത് ക്രിസ്ത്യാനികളല്ലാത്ത മറ്റ് മതസ്ഥരുള്ളവർ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അവരോട് പോലും കുറച്ച് കഴിയുമ്പോൾ ആരാണ് എന്നെ എതിർത്തത്, ആരാണ് എൻ്റെ ശത്രു എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കൂടെയുള്ളൊരു ചോദിക്കാറുണ്ട്, അച്ഛനെ എങ്ങനെയാണ് അവരുടെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? അവരച്ഛൻ എന്തുമാത്രം ദ്രോഹിച്ചു എന്നറിയോ? അതൊക്കെ അവർ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു എന്നല്ലാതെ ഒരു വൈരാഗ്യവും ഒരു പകയും വെച്ച് ഞാൻ ഇന്ന് വരെ ആരോടും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ്. ഇതിന് ഞാൻ ഒരു കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നതിന് മുമ്പ് എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വീണ്ടും വരാം. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ മുന്നേറ്റക്കാരും വിമത വൈദികരും സകലവിധ മാധ്യമങ്ങളും ഉപയോഗിച്ച് സീറോ മലബാർ സഭയെയും അതിലൂടെ കത്തോലിക്ക സഭയെ തന്നെയും അതിൻ്റെ തലവനായ മാർപ്പാപ്പയെയും സ്ഥിരമായി അപമാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് സഭയെ പ്രതിരോധിക്കാനായിട്ട് ഞാൻ രംഗത്തിറങ്ങിയത്. സഭയെ പ്രതിരോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് ഫലപ്രദമായി ചെയ്യുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ രംഗത്തിറങ്ങിയത്. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ നല്ലത് ചെയ്ത മെത്രാന്മാരെ നല്ലത് ചെയ്തപ്പോഴൊക്കെ ഞാൻ അത് പിന്തുണച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരിൽ ജനം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് കേട്ടാൽ മുൻപോട്ട് പോകാനുള്ള ചില വഴികൾ പരോക്ഷമായി ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ച് കേൾക്കണം എന്ന് മാത്രം. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ സംരക്ഷിക്കാനോ അവരുടെ വേദന തിരിച്ചറിയാനോ സഭാ നേതൃത്വം പാടെ പരാജയപ്പെട്ടപ്പോൾ ഈ സഭാമക്കളുടെ കൂടെ നിൽക്കേണ്ടത് ഏത് വൈദികന്റെയും ചുമതലയാണ്. അത് ഞാൻ ചെയ്തു. മറ്റുള്ള വൈദികർ രഹസ്യമായിട്ടും പ്രാർത്ഥനയിലൂടെയൊക്കെ ചെയ്തു. ഞാനത് പരസ്യമായി നിലപാടെടുത്ത് ചെയ്തു. അത് എൻ്റെ മാത്രം ഒരു നിലപാടല്ല. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുനിമിഷം പീഡനങ്ങൾ അനുഭവിക്കുന്ന, ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുന്ന, സഹനത്തിൻ്റെ തീച്ചുല കടന്നു പോകുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് അതെല്ലാ കത്തോലിക്കരുടെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും എല്ലാ മനുഷ്യരുടെയും ചുമതലയാണ്. അത് ഞാൻ പരസ്യമായി നിലപാടെടുത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ വൈദികരും അൽമായരും ഒക്കെ ഉണ്ട്, അവർക്ക് പിന്തുണയുമായിട്ട്. അപ്പോൾ അത് എൻ്റെ മാത്രം ഒരു നിലപാടല്ലെന്ന് എനിക്കറിയാം. മെത്രന്മാർക്കൊക്കെ അതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 99.9% ആളുകളെയും ഞാൻ അറിയില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാമക്കളെ അല്ലാത്തവരെയും, ഈ മുന്നേറ്റക്കാർ, വിമത വൈദികർ എന്ന് പറഞ്ഞ വൈദികർ 99.9% ആളുകളെ എനിക്ക് പരിചയമില്ല, നേരിട്ട് പരിചയമില്ല. പക്ഷേ സഭയുടെ കൂടെ നിൽക്കുന്ന മക്കൾ സഭാവിശ്വാസികൾ എന്നൊക്കെ പറയുന്നവർ അവർ കർത്താവിൻ്റെ ആളുകളാണ്. സുറിയാനി സ്വത്വം പേറുന്നവരാണ്. അവരെ ഈ സുറിയാനി സ്വത്വ ബോധത്തിൽ ആഴപ്പെടുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ സുറിയാനി സ്വത്വ ബോധം അതില്ലാത്തതാണ് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഈ അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും അവരെ പിന്തുണയ്ക്കുന്ന മറ്റനേകം പേര് പുറത്തുള്ളവരുണ്ട്. അവരുടെയൊക്കെയും പ്രശ്നം ഈ സുറിയാനി സ്വത്വബോധം ഇല്ലാത്തതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു ഐക്യതയില്ലാത്തത്, സഭയിൽ ഐക്യതയില്ലാത്തത്. ഈ സുറിയാനി സ്വത്വബോധം അത് വന്നിട്ടില്ല. അപ്പോൾ അതിലേക്ക് അതിപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ആരുടെയും ഒരാളുടെ മാത്രം കുറ്റമായിട്ട് കിടക്കുന്ന സംഗതിയൊന്നുമല്ല. ഈ സുറിയാനി സ്വത്വബോധം നഷ്ടപ്പെട്ടിട്ട് നൂറ്റാണ്ടുകളായി. അത് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രക്രിയയിൽ ഞാൻ കൂടി പങ്കാളിയായി. അതിൽ ഞാൻ പരസ്യമായ നിലപാടെടുത്തു എന്നേ ഉള്ളൂ. ഇനി ഈ പാമ്പ്ളാനി പിതാവിനോട് ഇത്ര പകയെന്ത്, തട്ടിൽ പിതാവിനോട് ഇത്ര വൈരാഗ്യം എന്തെന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. സ്നാപക യോഹന്നാൻ ഹെറോദസിനെ ശകാരിച്ചത് അദ്ദേഹത്തോട് വ്യക്തിപരമായി പകയുണ്ടായിരുന്നത് കൊണ്ടാണ്. അണലി സന്തതികളെ എന്ന് സ്നാപക യോഹന്നാൻ ഈ ഫരിസയരെയും ഒക്കെ വിളിച്ചത് അവരുടെ വ്യക്തിപരമായി വൈരാഗ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഷെമുവേൽ പ്രവാചകൻ അല്ലെ സാമുവേല് സാവൂൾ രാജാവിനെ വിമർശിച്ചത് വൈരാഗ്യം തീർക്കാനായിരുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ കുറ്റപ്പെടുത്തി അരമനയിൽ ചെന്ന് കുറ്റപ്പെടുത്തിയത് ദാവീദിനോട് പകയുണ്ടായിട്ട. ഈശോമിശിഹ ഹെരോദസ് അന്തിപ്പാസിനെ ആ കുറുക്കനോട് പോയി പറയുമെന്ന് പറഞ്ഞത് ഈ ഹെരോദസിനോട് പകയുണ്ടായിരുന്നത് കൊണ്ടാണ്. പൗലോസ്ലീഹ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ യഹൂദവാദികൾ പരിച്ഛേദനം വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന ഈ യഹൂദവാദികളെ പട്ടികൾ, നായിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നുണ്ട്. അത് അവരോട് പകയുണ്ടായിരുന്നത് കൊണ്ടാണ്. സഭ്യമല്ലാത്ത ഭാഷയാണ് പൗലോസ്, നമ്മുടെ ചിലരുടെ ഭാഷയിൽ സഭ്യമല്ലാത്ത ഭാഷയാണ് പൗലോസും സ്നാപക യോഹന്നാനും ഈശോ മിശിഹായ്ക്കും ഉപയോഗിച്ചത്. അത് പക തീർക്കാനും വൈരാഗ്യം തീർക്കാനുമാണോ? പഴയ നിയമത്തിലെ ഹഗ്ഗായി പ്രവാചകനുണ്ട്, അദ്ദേഹം പുരോഹിതനുമായിരുന്നു. സക്കറിയ പ്രവാചകനുണ്ട്, അദ്ദേഹം പുരോഹിതനായിരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരായിരിക്കണം എന്നുള്ളതാണ് പോയിന്റ്. നമ്മൾ പട്ടം കിട്ടുമ്പോഴും 3 ദൗത്യങ്ങളാണ് പുരോഹിതന്മാർക്കുള്ളതെന്ന് പറയും. രാജകീയ ദൗത്യം എന്ന് പറഞ്ഞാൽ നയിക്കാനുള്ളത്, ജനങ്ങളെ മറ്റുള്ളവരെ നയിക്കാൻ. പ്രവാചക ദൗത്യം തെറ്റ് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും. പിന്നെ പുരോഹിത ദൗത്യം മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിന് 3നും കൂടി പറയുന്നതാണ് ആത്മാക്കളുടെ രക്ഷ ഉറപ്പാക്കാൻ. ആത്മാക്കളുടെ രക്ഷ ഉറപ്പാക്കുക. ഇതാണ് സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആത്മാക്കളുടെ രക്ഷ അപകടത്തിലാക്കുകയാണ് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും. അവർ ചെയ്യുന്നത് മഹാഘോരമായ പാപമാണ്. അത് അവർ വ്യക്തിപരമായിട്ടല്ലല്ലോ ബാധിക്കുന്നത്, 5.5 ലക്ഷം ജനങ്ങളെയാണ് ബാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് സീറോ മലങ്കര സഭയിൽ ഏതാണ്ട് അത്ര അംഗങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ സീറോ മലങ്കര സഭയിലുള്ള മൊത്തത്തിലുള്ള അംഗങ്ങളുടെ അത്രയും വലുപ്പത്തിലുള്ള ഒരു അതിരൂപതയിൽ ഏകദേശം 99.9% ആളുകളുടെയും ആത്മാക്കളുടെ രക്ഷ അപകടത്തിലാക്കുന്ന സഭാ നേതൃത്വം അതിനെ നഖശിഖാന്തം എതിർക്കേണ്ടതില്ലേ? ഞാൻ പറഞ്ഞതൊന്നും ആവർത്തിക്കുക. അവിടെയുള്ള ഈ ജനത്തിന് അനുനിമിഷം അവർ പീഡിപ്പിക്കപ്പെടുകയാണ്. കുട്ടികളുടെ വേദപാഠം നടക്കുന്നില്ല, മാമോദീസ, സ്ഥൈര്യലേപനം, തൈലാഭിഷേകം, ഈ ആദ്യ കുർബാന, കുംഭസാരം, മതബോധനം, കല്യാണം, മരണാവശ്യം പോലും ഇത് നടത്തിക്കൊടുക്കാതെ വിമത വൈദികര് പീഡിപ്പിക്കുകയാണ് അവരുടെ ജനത്തെ അവർ തന്നെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് മെത്രാന്മാര് 10-15 കൊല്ലം ഇങ്ങനെ പോകട്ടെ എന്ന് പറയുമ്പോൾ കണ്ണിൽ ചോരയില്ലാത്ത മെത്രാന്മാര് അത് ഇനിയും ഇങ്ങനെ വകവെച്ച് കൊടുത്താൽ ആ മെത്രാന്മാരുടെ തെറ്റിൽ നമ്മൾ ഉൾപ്പെടും. അത് പാടില്ല, ഞാനും പാടില്ല, നിങ്ങളും പാടില്ല. അതാണ് ഈ വീഡിയോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ 10 കൊല്ലം 10-15 കൊല്ലം ഇങ്ങനെ പോകട്ടെ. ഇത് 2 മെത്രാന്മാരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടത് കൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയണേ. ആ മെത്രാന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഈ 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2ഉം ഈശോയുടെ വാക്കുകൾ കടമെടുത്ത് പറയാണ്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 5:37. നിങ്ങളുടെ വാക്ക് അതെ എന്നും അല്ല എന്നുമായിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്ക് അതെ എന്നായിരിക്കണം, അല്ലെങ്കിൽ അല്ല എന്നായിരിക്കണം. അതേ അല്ല അല്ലേ, അത് ശരിയല്ല. ദുഷ്ടനിൽ നിന്നാണ് നിങ്ങളുടെ ഈ നിലപാട് വരുന്നത്. എറണാകുളത്തെ സഭാമക്കൾ 10-15 കൊല്ലം ഇങ്ങനെ
ഈ വിശ്വാസ പ്രതിസന്ധികൾ കിടന്നോട്ടെ, അവരുടെ ആത്മാക്കൾ നശിച്ചോട്ടെ എന്ന് നിങ്ങൾ പറയുന്ന ആ ചിന്ത, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത, അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതാണ് ഒന്നാമത്തെ വചനം. 2, നിങ്ങളെ അങ്ങനെ ചിന്തിക്കുന്ന ഈ മെത്രാന്മാരെ കാത്തിരിക്കുന്നത് പുഴുച്ചാകാത്തതും തീ കെടാത്തതുമായ അഗ്നി നരകമാണ്. മർക്കോസ് 9:48. ആത്മാക്കളുടെ രക്ഷ അപകടത്തിലായിട്ടും 10-15 കൊല്ലം ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്ന് 2 മെത്രാന്മാര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്ര കഠിനമായി പറയണേ. അവരെ കാത്തിരിക്കുന്നത് പുഴുച്ചാകാത്തതും തീ കെടാത്തതുമായ അഗ്നി നരകമാണ്. ഇത് കർത്താവിന്റെ വാക്കുകളാണ്. മർക്കോസ് 9:48. സ്നേഹിക്കൂ, പൊറുക്കൂ, ക്ഷമിക്കൂ എന്ന് പറഞ്ഞ അതേ കർത്താവാണ് ഇതും പറഞ്ഞെന്ന് നിങ്ങൾ ഓർക്കണം. അത്രമാത്രം, എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഉറപ്പിച്ച് പറയുന്നത്, അത്രമാത്രം നിഷ്കളങ്കരുടെ നിലവിളികളാണ് ദൈവത്തിനെങ്കിലേക്ക് അനുനിമിഷം ഉയരുന്നത്. നിങ്ങൾക്കെതിരെ, അതായത് ഈ ആത്മാക്കളുടെ രക്ഷ അപകടത്തിലാക്കിയ 2 മെത്രാന്മാർക്കെതിരെ മിണ്ടാതിരുന്ന് അതിങ്ങനെ പോകട്ടെ എന്ന് പറയുന്ന അവർക്കെതിരെ നിഷ്കളങ്കരുടെയും നിരപരാധകരുടെയും കണ്ണീര് വീണ, രക്തം വീണ നിലവിളികളാണ് സ്വർഗത്തിലേക്ക് ഉയരുന്നത്. ഈ ഓഗസ്റ്റ് മാസത്തിലെ സിനഡിലും മെത്രാന്മാർ പതിവ് കലാപരിപാടിയുമായി ഇറങ്ങി തിരിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഇതാണെന്ന് ഒരു സംശയവുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം കത്തോലിക്ക സഭ തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം KCBC അവിടെ ഔദ്യോഗിക ചർച്ചയല്ലെങ്കിലും മെത്രാന്മാരുടെ ഇടയിൽ ഒരു അനൗദ്യോഗിക ചർച്ചയുണ്ടായി. എന്താണ്? സ്പെഷ്യൽ ട്രിബ്യൂണല് സഭാ തലവനെതിരെയും വികാരി മെത്രാപ്പോലിത്തക്കെതിരെയും വിധി പ്രസ്താവിക്കുക എന്ന ഒരു വല്ലാത്ത വിചിത്രമായ ദുരവസ്ഥയിലാണ് സീറോ മലബാർ സഭ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. അത് തിരിച്ചറിയാത്ത ഏക ഗണം സീറോ മലബാർ സഭയിലെ മെത്രാന്മാരാണ്. KCBCയിൽ അനൗദ്യോഗിക ചർച്ചയിലുണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ തീർന്ന KCBC മീറ്റിങ്ങിൽ ഔദ്യോഗികമായിട്ടത് ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ എനിക്ക് തോന്നുന്നു ആ ഫോറത്തിൽ ചർച്ച ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ നിയമാവലിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു ഫോറം ആയിരിക്കാം അത്. പിന്നെ ഒരു ധ്യാനത്തിന് വേണ്ടി സമ്മേളിച്ചെന്നാണ് ഞാൻ വിചാരിക്കണേ. എൻ്റെ അറിവുകൾ പരിമിതമാണ്. ഇനി ഈ ഓഗസ്റ്റ് മാസ സിനഡിൽ നിർണായക സിനഡായിട്ട് ഞങ്ങൾ കാണുന്നു, സഭാമക്കൾ കാണുന്നു. നിങ്ങൾ മെത്രാന്മാരിത് കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഈ സഭയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടികളെ പോലെ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത് ഇല്ലാത്തത് കൊണ്ട് പ്രതിച്ഛായ പോയാലും സാരമില്ല, അത് വീണ്ടെടുക്കേണ്ട കാര്യമില്ല എന്ന് മെത്രാന്മാർ കരുതാൻ പാടുണ്ടോ? ഞങ്ങൾ മെത്രാന്മാരായി, ഞങ്ങൾക്കിനി തെരഞ്ഞെടുപ്പൊന്നുമില്ല, ഞങ്ങളിനി ഈ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയില്ല, അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ശരിയാണോ? പ്രതിച്ഛായ വീണ്ടെടുക്കണമെങ്കിൽ കൃത്യമായ നടപടികൾ വേണ്ടേ? ഒരു സർക്കുലർ ഇറക്കി അങ്ങ് ഇട്ടേച്ച് പോയാൽ മതിയോ? അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഇപ്പം ഇതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട സംഗതി, സഭ ഒരു ആധ്യാത്മിക സ്ഥാപനമാണ്. ലോകത്തിൻ്റെ മനസാക്ഷി എന്നാണ് കത്തോലിക്ക സഭ അറിയപ്പെടുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് കത്തോലിക്കരാണ്, കത്തോലിക്ക സഭയാണ്. എന്താ കാര്യം? അബോർഷനെതിരെ, ദയാവധത്തിനെതിരെ, യുദ്ധത്തിനെതിരെ, അതുപോലെ തന്നെയുള്ള ഈ കൃത്രിമമായ ഗർഭനിരോധന രീതികൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയാണ്. പ്രോട്ടസ്റ്റന്റ് സഭകൾ പോലും നമ്മളെ ബഹുമാനിക്കുന്നതിന് കാരണം സഭയുടെ ധീരമായ നിലപാടുകളാണ്. ഈ ലോകത്തിൽ ഒഴുക്കിനൊത്തങ്ങ് പോകുന്നതല്ല സഭയുടെ നിലപാട്. അത് ഒരുപാട് കല്ലേറ് സഭയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ഈ എൻ്റെ വീഡിയോയുടെ താഴെയും കല്ലേറുകളുമായിട്ട് ആളുകൾ വരും. പക്ഷെ അപ്പോഴും സഭയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് സഭയുടെ ഇത്ര ബഹുമാനമുള്ളതും അതേസമയം കല്ലേറ് കിട്ടുന്നതും. മാങ്ങയുള്ള കൊമ്പിനെ ഏറ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയിൽ ഒരുപാട് ഫലമുള്ളത് കൊണ്ടാണ് ഏറ് കിട്ടുന്നത്. ഏറ് കിട്ടിയാലും ഫലം ചൂടുക എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. അപ്പം ലോകത്തിൻ്റെ മനസാക്ഷിയാണ് ഈ കത്തോലിക്ക സഭ. അങ്ങനെയുള്ള സഭയിൽ അധാർമികയുടെ ആസോര നൃത്തമാണ് തട്ടിലും പാമ്പ്ലാനും കൂടി ചെയ്യുന്നത്. അധാർമികതയുടെ, ഇമ്മൊറാലിറ്റി, അൺഎത്തിക്കൽ, അതിൻ്റെ ആസുര നൃത്തം, ഒരു ഡെവിളിഷ് ഡാൻസ്, അതാണ് തട്ടിലും പാമ്പ്ലാനും കൂടി ചെയ്യുന്നത്. മറ്റ് മെത്രാന്മാർ എന്നിട്ട് അവർക്ക് സുരക്ഷാ കവചം ഒരുക്കിയാൽ, അങ്ങനെ ഒരുക്കിക്കൊണ്ടാണ് തങ്ങളുടെ കൂടെയുള്ള ആളെ സംരക്ഷിച്ചുകൊണ്ടാണ് കൊളേജിയാലിറ്റി, മെത്രാന്മാരുടെ കൊളേജിയാലിറ്റി നിങ്ങൾ തെളിയിക്കുന്നതെങ്കിൽ അത്
ദോഷകരമായ പാപകരമായ ഒരു കൊളേജിയാലിറ്റി ആയിരിക്കും. കൊളേജിയാലിറ്റി വേണം, അത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. മെത്രാൻ സംഘത്തിന്റെ സംഘാത്മകത എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. തിന്മ ചെയ്യാനായിട്ട് എല്ലാവരും കൂടി കൂട്ടുകൂടുന്നതാകരുത്. അത് പാപകരമായ കൊളേജിയാലിറ്റി ആയിരിക്കും. എ സിൻഫുൾ കൊളേജിയാലിറ്റി ഓഫ് ദ ബിഷപ്സ്, അങ്ങനെ പറയേണ്ടി വരും. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ കാലത്ത് ചരിത്രം എഴുതുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പേരുകൾ എഴുതപ്പെടുകയില്ലേ? അവിടെ നിങ്ങൾ രൂപതകൾ ചെയ്ത കാര്യം മാത്രമാണോ എഴുതപ്പെടുക? അതോ ഈ സീറോ മലബാർ സഭയുടെ ചരിത്രം, ആ ചരിത്രത്തിൽ നിങ്ങളുടെ കൺട്രിബ്യൂഷനും നിങ്ങൾ ചെയ്യാതിരുന്ന കാര്യങ്ങളും എഴുതപ്പെടുമോ ഇല്ലയോ? ചുരുങ്ങിയ പക്ഷം എൻ്റെ തൊണ്ടയിൽ ശ്വാസമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എഴുതും. അങ്ങനെ നിങ്ങൾ ഒരു സിൻഫുൾ കൊളേജിയാലിറ്റി അല്ല രൂപം കൊടുക്കേണ്ടത്, മറിച്ച് പരസ്പരം തിരുത്തണം. വെറുതെ പ്രോത്സാഹിപ്പിച്ചും സൗഹൃദ മത്സരം നടത്തി പോകാതെ തിരുത്താൻ തയ്യാറാകണം. സൗഹൃദത്തിനോട് തിരുത്തിയാൽ മതി, പക്ഷെ അത് സ്ട്രോങ് ആയിരിക്കണം. ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതിന് ഒരു ലക്ഷ്യം കൂടി ഞാൻ പറയാം. ഈ തിന്മകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് മുഴുവൻ. അത്തരം തിന്മകളിൽ ജനങ്ങളില്ലേ, മെത്രാൻ അങ്ങനെ വേണ്ടെങ്കിൽ എനിക്കെന്തിനാണ്, വികാരിച്ചന് വേണ്ടെങ്കിൽ എനിക്കെന്തിനാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. മെത്രാനച്ചനോ വികാരിയച്ചനോ അല്ല, നമ്മുടെ കർത്താവീശോമിശിഹായാണ് നമുക്ക് ന്യായാധിപൻ, വിധിയാളൻ. നമ്മൾ തനിച്ചാണ് അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക. നമ്മുടെ മെത്രാനച്ചനും വികാരിച്ചനും കൂടെ ഉണ്ടാകില്ല. അതുകൊണ്ട് വികാരിച്ചന് എന്ത് തോന്നിയാസം ചെയ്താലും, കൂതാശ വിലക്കുള്ള അച്ഛൻ കുമ്പസാരിപ്പിച്ചാലും പോകും, കുർബാന ചൊല്ലിയാലും പോകും എന്നൊന്നും ജനങ്ങൾ തീരുമാനിക്കരുത്. ഈ വികാരിച്ചൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഈശോ എന്ന ന്യായാധിപന് മുമ്പാകെ ഉണ്ടാകില്ല. ഈ തോന്നിവാസം ചെയ്യുന്ന രണ്ട് മെത്രാന്മാരും നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വരികയില്ല. ഇത് നിങ്ങൾ ജനങ്ങളും തിരിച്ചറിയണം. അതിനാൽ ജനങ്ങൾ തിന്മയിൽ വീഴാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന ഈ വീഡിയോസിൻ്റെ ഒക്കെ ലക്ഷ്യങ്ങളിൽ പല ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. മെത്രാന്റെ ഡിഗ്രി വെളിപ്പെടുത്തുക എന്ന ശീർഷകത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. മെത്രാന്റെ ഡിഗ്രി വെളിപ്പെടുത്തുക, അങ്ങനെയുള്ള ശീർഷകത്തിൽ ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. സ്പെഷ്യൽ ട്രിബ്യൂണലിലേക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ റെഫർ ചെയ്ത ഒരു സംഗതി വികാരി മെത്രാപ്പൊലീത്തയ്ക്ക് റദ്ദാക്കാൻ അല്ലെങ്കിൽ നിർത്തിവെക്കാൻ അധികാരമുണ്ടോ എന്ന് ഞങ്ങൾ അറിയിക്കണം. ഇത് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ ജൂലൈ 31 കഴിഞ്ഞ ആഴ്ചയിൽ സ്പെഷ്യൽ ട്രിബ്യൂണൽ ഒരു വിധി പ്രസ്താവിച്ചു. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആരംഭിച്ചൊരു ശിക്ഷാ നടപടി അത് റദ്ദാക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനോ അല്ലെങ്കിൽ അതിന് മേലെ മാർപ്പാപ്പയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ, പാമ്പ്ളാനി പിതാവിന് അധികാരമില്ല. അപ്പം ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് ആവശ്യപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ കോടതി വിധിയിലൂടെ പുറത്തു വന്നത്. അപ്പം ഞാൻ ചെയ്ത വീഡിയോ കൊണ്ട് ഗുണമുണ്ടായില്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ലേ? പാമ്പ്ളാനി പിതാവിന് അധികാരമില്ലെന്ന് കോടതി വിധി പ്രസ്താവിച്ചില്ലേ? ഇതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കൂതാശ വിലക്കുള്ള വൈദികരുടെ കാര്യത്തിൽ കൂതാശ വിലക്ക് എങ്ങനെ അവരെ നീക്കി എന്ന കാര്യം ജനങ്ങൾ അറിയിക്കണ്ടേ? അവരെ കൂതാശ വിലക്ക് ആത്മാക്കളുടെ രക്ഷയെ ബാധിക്കുന്നതല്ലേ? ഇനി കൂതാശ വിലക്ക് നീക്കിയാൽ പോലും പ്രശ്നം തീരുന്നില്ല. കൂതാശ വിലക്കുള്ള സമയത്ത് അവർ കൂതാശകൾ അർപ്പിച്ചു. ഒരു അൽമായൻ ഉടുപ്പിട്ട് വന്ന് കുർബാന അർപ്പിക്കുന്ന പോലെയാണത്. ഒരു അൽമായൻ ഉടുപ്പിട്ട് വന്ന് കുമ്പസാരിപ്പിച്ചാൽ കുമ്പസാരാകുമോ? ഒരു അൽമായൻ ഉടുപ്പിട്ട് വന്ന് കുർബാന ചൊല്ലി കുർബാനയാകുമോ? അവിടെ ശ്ലൈഹിക പിന്തുടർച്ചയുള്ള കൈവപ്പ് വേണ്ടേ? പട്ടം വേണ്ടേ? ഈ കൂതാശ വിലക്കെന്ന് പറഞ്ഞാൽ അവർ പട്ടം സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ അർപ്പിച്ച കുർബാനകൾ മുഴുവൻ തെറ്റല്ലേ? അവർ കേട്ട കുമ്പസാരം മുഴുവൻ തെറ്റല്ലേ? ആ പാപങ്ങൾ മോചിക്കപ്പെട്ടോ? ആ കുർബാനയായോ? അതിൽ പങ്കെടുത്തവരും തിന്മയിൽ പെട്ടുകിടക്കുകയല്ലേ? ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിന്റെ തീരുമാനങ്ങൾ ഇനി വരും. ഇത് ജനങ്ങളും കൂടി കേൾക്കണം. ഈ എൻ്റെ വീഡിയോ കേൾക്കുന്നവർ ആത്മാക്കളുടെ രക്ഷയ്ക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യർക്ക് ഇത് അയച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, വളരെ ഗൗരവമായ സ്ഥിതിവിശേഷത്തിലാണ് നിങ്ങൾ, ആത്മാവിലും ദൈവത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഇതെല്ലാം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതും സഭയെ നേരിട്ട് ബാധിക്കുന്നതും വളരെ ഗൗരവമായ സ്ഥിതിവിശേഷം സംജാതമാക്കുന്നതുമാണ്. ഇത് പറയുന്നില്ലെങ്കിൽ പിന്നെ ഈ എന്തൊരു അവസ്ഥയാണ്, ഭീകരമായ ഒരു അവസ്ഥയാണ്. അത് ലോകത്തോട് വിളിച്ച് പറയണ്ടേ? എന്നിട്ട് അപകടത്തിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ ജനത്തെ? ഈ പട്ടമില്ലാത്ത ഒരാൾ കുർബാന അർപ്പിക്കുന്നത് പോലെ, പട്ടമില്ലാത്ത ആൾ കുമ്പസാരം ചെയ്യുന്നത് പോലെ, കേൾക്കുന്നത് പോലെ ഒരു കൂതാശ വിലക്കുള്ള അച്ഛൻ വരിക, എന്നിട്ട് അതിൽ ജനങ്ങൾ പങ്കെടുക്കുക,
ഞങ്ങളുടെ വികാരിച്ചനാണെന്നും പറഞ്ഞിട്ട് തുള്ളിക്കൊണ്ട് നടക്കുക. എന്തൊരു ഭീകരമായ അന്തരീക്ഷമാണിത് ആത്മീയമായിട്ട്. അതിനെതിരെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് എല്ലാ വൈദികരുടെയും, സീറോ മലബാറിൽ മാത്രമല്ല, ലത്തീനിലും സീറോ മലങ്കരയിലും മറ്റേതെല്ലാം സഭകളുണ്ടോ ആ സഭകളിലൊക്കെ ഉള്ളവരുടെ ചുമതലയാണ്. ആ ചുമതല ഞാനങ്ങ് ഏറ്റെടുത്ത് നടത്തുന്നു. ഞാൻ ഇത് തന്നെ പറഞ്ഞിരുന്നു, ഇതുപോലൊരു കാര്യം പറഞ്ഞിരുന്നു. മണവാളനച്ചൻ ബസിലിക്കലിൽ അർപ്പിച്ച കുർബാനകൾ അത് ശരിയല്ല, കുമ്പസാരം ശരിയല്ല. അദ്ദേഹം കൈകാര്യം ചെയ്ത എല്ലാ കൂതാശകളും ഒരു അൽമായം ചെയ്തതിന് തുല്യമാണ്. അതിനെതിരെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള കാര്യാലയത്തിന് റിപ്പോർട്ട് കൊടുക്കണമെന്ന് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ ഞങ്ങൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നേ. ഇത് തന്നെ ഞാൻ പറഞ്ഞത് മാത്രമല്ല, അവിടെ ആ നിത്യാരാധന കേന്ദ്രത്തിന് മുമ്പിൽ 1 മാസമാണ് സ്ത്രീകളും പുരുഷന്മാരും സമരം ചെയ്തത്. എന്ത്? മണവാളൻ ചെയ്യുന്നത് മഹാപാപമാണെന്ന്. ഇതും പാമ്പ്ലാനി പിതാവിനെ അറിയിക്കാൻ, തട്ടിൽ പിതാവിനെ അറിയിക്കാൻ. എന്നിട്ട് ഈ തട്ടിൽ പിതാവോ പാമ്പ്ലാനി പിതാവോ ഒരു നിമിഷം അവരൊന്ന് സന്ദർശിക്കാൻ പോലും, നിങ്ങളുടെ വേദന തിരിച്ചറിയുന്നു എന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറാകാതെ മണവാളനെ കുടപിടിക്കാൻ നടക്കുക, മണവാളനെ സംരക്ഷിക്കാൻ നടക്കുക. ഈ മണവാളനെ കുറിച്ച് കോടതി വിധിന്യായത്തുള്ള കാര്യം ഞാൻ പറയാം. കോടതിയുടെ വിധിന്യായം വെറും ആരോപണമല്ല, കോടതിയിൽ തെളിവ് സഹിതം. പണം കട്ടെടുക്കുന്നു. thou shalt not steal, നീ കക്കരുത്, മോഷ്ടിക്കരുത്, പ്രമാണമാണ്, ദൈവപ്രമാണം. ആ പ്രമാണമാണ് ലംഘിക്കുന്നത്. പണം കട്ടെടുക്കുന്നു മണവാളൻ. സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു, അനുസരണക്കേട്. മാർപ്പാപ്പയുടെ പ്രതിനിധിയെ നോക്കണം, എന്ന് വെച്ചാൽ മാർപ്പാപ്പയെ. കൃത്യവിലോപം, നിയമലംഘനം, കാനൂൺ നിയമത്തിന്റെ ലംഘനം. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ, എന്ന് വെച്ചാൽ മാർപ്പാപ്പയ്ക്ക് അടക്കമുള്ളവർക്കെതിരെ സ്പർദ്ധ വളർത്തല്. സഭാവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തെറ്റാണത്. സഭയുടെ ഐക്യതയ്ക്കെതിരെ പ്രവർത്തനത്തിനെയാണ് ശീഷ്മ എന്ന് പറയുന്നത്. വിശ്വാസികളെ അനുസരണക്കേടിനെ പ്രേരിപ്പിക്കുക, അതിലും മഹാ ഇടർച്ച. കഴുത്തിൽ തിരികല്ല് കെട്ടി അറബിക്കടലിന്റെ അങ്ങേയറ്റത്ത് കൊണ്ടുപോയി തള്ളണമെന്നാണ് കർത്താവ് ഈശോ പറഞ്ഞാണ്. വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ള വൈദികരെ തടസ്സപ്പെടുത്തുക. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ മാർപ്പാപ്പ നിയമിച്ച ആൾക്കെതിരെ സിവിൽ കോടതിയെ സമീപിക്കുക. അത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരത്തിൽ സീൽ ഉണ്ടാക്കുക. ഇത് നമ്മൾ സാധാരണ കോടതിയിലാണെങ്കിൽ മണവാളൻ ജയിലിൽ നിന്ന് പുറത്തു വരുമോ? അത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളെ പാമ്പ്ലാനി പിതാവ് സംരക്ഷിക്കുന്നു. കുറ്റവാളി സംരക്ഷിക്കുന്നത്, ഇത്രയും കുറ്റങ്ങൾ ചെയ്തുവെന്ന് കോടതി കൽപ്പിച്ച ഒരാളെ പാമ്പ്ലാനി പിതാവ് സംരക്ഷിക്കുന്നു. നമ്മളത് വിമർശിക്കണ്ടേ, കുറ്റപ്പെടുത്തണ്ടേ, ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണ്ടേ? അതേ ഞാൻ ചെയ്യണുള്ളൂ. അതിൻ്റെ യാതൊരു പകയുമില്ല. പക്ഷെ അദ്ദേഹം തിന്മയിൽ നിന്ന് പിന്തിരിയണം. അദ്ദേഹത്തിന്റെ തിന്മയിൽ നമ്മളാരും പങ്കാളികളാകരുത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ല, പകയും വൈരാഗ്യം ഒന്നും ഇവിടെ ഇല്ല. എന്തിനാ എനിക്ക് പക? അദ്ദേഹം എനിക്ക് വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ വ്യക്തിപരമായിട്ട്? ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ദ്രോഹം അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു പകയും എനിക്ക് അദ്ദേഹത്തോടില്ല. പക്ഷേ അദ്ദേഹം മഹാഘോരമായ പാപത്തിലാണ്. അത് ലോകത്തോട് വിളിച്ച് പറയണം. അദ്ദേഹത്തിന്റെ പാപത്തിൽ ലോകത്തിലുള്ളവർ, പ്രത്യേകിച്ച് സഭയിലുള്ളവർ പങ്കാളികളാകരുത്. അങ്ങനെ പങ്കാളികളായാൽ നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ നടക്കില്ല. ആത്മാക്കളുടെ രക്ഷ ഒരിക്കലും സംഭവിക്കില്ല. ആത്മാക്കൾ നശിക്കും. അത് നശിക്കാതെ നോക്കേണ്ടത് എല്ലാ കത്തോലിക്ക പുരോഹിതരുടെയും ചുമതലയാണ്, എൻ്റെയും ചുമതലയാണ്. ഇനി ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത് മാണിപ്രമ്പലച്ചൻ പറഞ്ഞതല്ല. പാമ്പാറച്ചൻ ഇല്ലേ, അദ്ദേഹമാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ജഡ്ജ്, സുപ്രീം ജഡ്ജ്. അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. ജോയ് പാലിയേക്കർ എന്ന് പറഞ്ഞ അച്ഛൻ ഇരിങ്ങാലക്കുട രൂപതക്കാരന്, അദ്ദേഹം ഈ സ്പെഷ്യൽ ട്രിബ്യൂണലുള്ള ആളാണ്. അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. ജോസ് മാറാട്ടിൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട്, ഇടുക്കി രൂപതക്കാരനാണ്. അദ്ദേഹം ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഒരു അംഗമാണ്. അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. ജോസഫ് കണിച്ചേരിൽ എന്ന് പറഞ്ഞ അച്ഛൻ, അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. ഇവരെല്ലാം ഒപ്പിട്ടത് പാമ്പ്ലാനി പിതാവിന്റെ വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ടാണോ, പകയുള്ളത് കൊണ്ടാണോ? അല്ല, സഭയുടെ കാനോൺ നിയമവും ധാർമ്മികതയും എത്തിക്സും മൊറാലിറ്റി ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഇത് ചെയ്യണേ? അല്ല, ഒരിക്കലും അല്ല. ഇവരൊക്കെ ഒപ്പിട്ട് പുറത്തു വന്ന രേഖയിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അഴിമതിക്കാരനെ പാമ്പ്ലാനി പിതാവ് അനധികൃതമായി സംരക്ഷിക്കുന്നു. എന്തൊരു വലിയൊരു കുറ്റകൃത്യം നോക്കൂ. എന്നിട്ട് പണം കട്ടെടുക്കുന്ന ആളെ കുറ്റവിമുക്തനാക്കാൻ തെറ്റായ വഴികൾ തേടുന്നു. ഒരു മെത്രാനെ കുറിച്ച് പറയാൻ പറ്റുന്ന വാക്കുകളാണോ ഇത്? വിധിന്യായത്തിലുള്ള കാര്യം ഞാൻ പറയണേ കേട്ടോ, വേറെ ആരോപണമല്ല, തെളിയിക്കപ്പെട്ട കുറ്റകൃത്യം. പാമ്പ്ലാനി പിതാവ് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു. ഉള്ള അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. അധികാര ദുർവിനിയോഗം. അതിന് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന്, മെത്രാൻ സ്ഥാനത്ത് പുറത്താക്കണമെന്നാണ് കാനോൻ നിയമത്തിൽ കിടക്കുന്ന ശിക്ഷ.
ശിക്ഷകളിൽ ഒന്ന്. ഇതൊക്കെ മെത്രാന്മാരെ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. സഭയുടെ കാനോൻ നിയമത്തിനെതിരെ പാമ്പ്ളാനി പിതാവ് കുറ്റം ചെയ്തിരിക്കുന്നു. സഭയുടെ കാനോൻ നിയമം അട്ടിമറിച്ചിരിക്കുന്നു. എറണാകുളത്ത് സമാധാനം കൈവരുന്നു എന്ന് നുണ പ്രചരിപ്പിക്കുന്നു. ഇതിനു മുമ്പ് ഈ കോടതി വിധിച്ച നിലത്ത് എന്തൊക്കെയാ പറഞ്ഞത്? പാമ്പ്ളാനി അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു, ശിക്ഷ ഉദ്യോഗത്തെ പുറത്താക്കലാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് വരുത്തി വെച്ച നാശനഷ്ടങ്ങൾക്ക് അദ്ദേഹം പരിഹാരം ചെയ്യണം. ഈ സീറോ മലബാർ സഭയ്ക്ക് വരുത്തി വെച്ച നാശനഷ്ടം ഉണ്ടല്ലോ, അതിന് പരിഹാരം ചെയ്യണം. അദ്ദേഹത്തിന് പരിഹാരം ചെയ്യുന്ന തുക എടുത്തിട്ട് ഈ കോടതിയിൽ പോയ കുറേ ആളുകളില്ലേ, സഭയുടെ കുർബാന വേണമെന്ന് പറഞ്ഞിട്ട് കോടതി പോയി, അതിന് ഒരുപാട് പണം ചിലവായിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനായിട്ട് മെത്രാൻസിനായിട്ട് തീരുമാനിക്കണം. പാമ്പ്ളാനി പിതാവിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിട്ട് ഈ സഭയുടെ കുർബാന മെത്രാന്മാർ തീരുമാനിച്ച കുർബാന നടപ്പാക്കി കിട്ടാൻ കോടതി പോയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവർക്ക് ആ പണം കിട്ടാനുള്ളൊരു മാർഗം ഈ നഷ്ടപരിഹാരം, ഈ പണം കെട്ടെടുത്ത ആളുകളിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കണ്ടേ? ആ നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് ഈ സഭാമക്കൾക്ക് വീതിച്ചു കൊടുക്കണം. അത് മെത്രാൻസിനായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേ. എന്നിട്ടും PRO ഏജൻസികൾ വെച്ചിട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും PRO ഏജൻസികൾ വെച്ചിട്ട് പാമ്പ്ളാനി പിതാവിന്റെ ഗ്രാഫ് ഉയർന്നു എന്ന് വിമതര് പ്രചരിപ്പിക്കുക, മുന്നേറ്റക്കാർ പ്രചരിപ്പിക്കുക. അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ തന്നെ മീഡിയയിൽ കയറിയിരുന്ന ചാനൽ ചർച്ചയിൽ ഇവർ രണ്ടുപേരെയും, തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിയും കുറ്റപ്പെടുത്തും ചെയ്യുക. അതും കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്തോന്ന് നേതൃത്വം! ഈ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ സഭാ തലവനെതിരെ, തട്ടിൽ പിതാവിനെതിരെ പറഞ്ഞിരിക്കുകയാണ് കൃത്യവിലോപം ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ രണ്ടാമത്തെ വിധിയിൽ പറഞ്ഞിരിക്കുകയാണ്, തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരായ ഈ വികാരി മെത്രാപ്പൊലിത്തയെ നിയന്ത്രിക്കണം, തിരുത്തണമെന്ന്. സ്പെഷ്യൽ ട്രിബ്യൂണൽ പറഞ്ഞിട്ട് വേണോ സഭാ തലവൻ ഇതൊക്കെ ചെയ്യാനായിട്ട്? തട്ടിൽ പിതാവിനെതിരെയാണ് പറയണേ. ഒരു സഭയുടെ തലവൻ, മേജർ ആർച്ച് ബിഷപ്പ്, എങ്ങനെയാണ് ഇങ്ങനെ ഈ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളെ യുവർ ബയാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാൻ ആൾക്കാർക്ക് തോന്നുക? അവർക്ക് തോന്നണമെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ? ധാർമ്മികതയുടെ അളവുകോൽ വെച്ച് ഞാൻ പറയണേ. ഇവർ രണ്ടുപേരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ, കാനൻ നിയമത്തിന്റെ ഗൗരവമായ ലംഘനം, കാനൻ നിയമത്തിന്റെ, സഭാ നിയമത്തിന്റെ ഗൗരവപൂർവമായ ലംഘനം. നമ്മളൊരു സംഘടനയിൽ അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി ചെയ്താൽ സംഘടന പുറത്താക്കും. ഇത് ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഉണ്ടെങ്കിൽ രണ്ടുപേരെയും സുറിയാനി സഭയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. ശരിക്ക് അത്രയും ഗൗരവമായി തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ലോകത്തോട് വിളിച്ചു പറയേണ്ടതില്ലേ? തീർന്നില്ല. ഈ കോടതി, ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് തന്നെ ചെയ്തു പാമ്പ്ളാനി. വിധി വന്നിട്ട് അതിലൂടെ കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു. അതിന് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സഭാ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചുവെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചു. ഇതെന്റെ നേട്ടമാടാ എന്ന് പാമ്പ്ളാനി പിതാവിന് ഞെളിഞ്ഞ് മെത്രാൻസിനിടയിൽ പറയാൻ പറ്റുമായിരിക്കും. മെത്രാൻസിനിടയിലെ മെത്രാന്മാരെല്ലാവരും മണ്ടന്മാരാണെങ്കിൽ. അതേ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്, കാനോൻ നിയമത്തിന് വിരുദ്ധമായ വൈദിക സമിതി, ആലോചന സമിതി എന്നിവ വിളിച്ചുകൂട്ടി. എന്നിട്ട് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ഒരാളെ അതിൽ പങ്കെടുപ്പിച്ചു. പങ്കെടുക്കാൻ യോഗ്യതയുള്ള ആളെ ആട്ടിപ്പുറത്താക്കി. എന്നിട്ട് അതേ മീറ്റിംഗിൽ പൗരസ്ത്യ സംഘത്തിന്റെ തലവനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചു. ഇതിനൊക്കെ നടപടികൾ വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ദിവസം അനേകായിരം കേസുകളാണ്. മാർപ്പാപ്പയ്ക്ക് ഒരു ദിവസം കിട്ടുന്ന 10,000 കത്തുകളാണ്. 10,000. ഒരു മാനുഷികമായിട്ട് ഒരാൾക്ക് നോക്കാൻ പറ്റും 10,000 കത്തുകൾ ഒരു ദിവസം. അപ്പോൾ വലിയ സംവിധാനം, ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ മാർപ്പാപ്പയുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ കുറച്ച് സമയം എടുക്കും. വത്തിക്കാൻ എന്താണ് ഇത്ര സ്ലോ, വത്തിക്കാൻ എന്താണ് സ്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ പോലീസ് SIO സർക്കിൾ പോലെയാണ് വത്തിക്കാനിലെയും മാർപ്പാപ്പിനെ ആൾക്കാർ കാണണേ. എന്താണ് വത്തിക്കാനെന്നോ എന്താണ് അവിടുത്തെ സംവിധാനം എന്നൊക്കെ അറിയാതെ ആൾക്കാരിങ്ങനെ വത്തിക്കാൻ എവിടെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കാശുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകും, വത്തിക്കാൻ എവിടെയാണെന്ന് അറിയാം. ഒരു ദിവസം 10,000 കത്താണ് മാർപ്പാപ്പയ്ക്ക് വരണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദിവസം എന്തുമാത്രം പരാതികളാണ് ഓരോ രൂപതയിൽ നിന്ന് എത്തുന്നത്. എറണാകുളം, അങ്കമാലി അതിരൂപതയിലൊക്കെ സംഗതി ഉണ്ട്. അപ്പോൾ ഒരു അല്പം സമയമൊക്കെ എടുക്കും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് തിന്മയോടുള്ള സമരസപ്പെടലല്ല. നമ്മുടെ മെത്രാന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടാകും, വത്തിക്കാൻ അങ്ങനെ ചെയ്യില്ല.
ഇങ്ങനെ ഇത്ര ശക്തമായ ഭാഷയിൽ ഉത്തരവെല്ലാം ഇറക്കി കോടതി സഭാ തലവനെതിരെ കോടതി വിധി വരുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഒരു സഭയിൽ കണ്ടിട്ടുണ്ടോ അത്? എന്നിട്ട് അവരെ വിജയശില്പികളായി പാലായിൽ സ്വീകരണം കൊടുക്കുക. ഇപ്പം ഇനി മൗണ്ട് തോമസിൽ സ്വീകരണം ഉണ്ടാകാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കണേ. മെത്രാന്മാർ വിജയശില്പി. കാരണം എന്താണ്? എറണാകുളത്ത് എല്ലാം സമാധാനത്തിൽ കൊണ്ടുവന്നുള്ള മട്ടിലാണ്. അവിടെ കുർബാനയ്ക്കിടയിൽ ആഭാസകരമായ സംഗതികളൊക്കെ ചെയ്തിട്ട് ഒരു വാക്ക് അപലപിക്കാൻ പോലും പറ്റാത്ത തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും അവർ വിജയശില്പികളായി കൊണ്ടു നടക്കുന്ന മെത്രാന്മാർ. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ഈ മെത്രാൻ സിനഡിൽ തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ചാകാത്ത പുഴുക്കളും കെടാത്ത തീയുമുള്ള അഗ്നിനരകം തന്നെയാണ്. കാരണം അത്രമാത്രം വലുതാണ് നിങ്ങൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നത്. എനിക്കൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിജയശില്പി അല്ലേ, സമവായം, സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോടതിയുടെ മുമ്പിൽ കൊടുത്തല്ലോ, ഇങ്ങനെ ട്രസ്റ്റും സമാധാനം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണെന്ന്. അത് തെറ്റാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ഇനിയിപ്പം വാദത്തിനെ സംബന്ധിച്ചാൽ പോലും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സമവായ സർക്കുലർ എന്ന് പറയുന്ന ആ സർക്കുലറിൽ ഒന്നാമത്തെ ഖണ്ഡത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മെത്രാൻ സിനഡ് തീരുമാനിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടതും ആയ ഈ സംഗതി, പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതുമായ ഈ ഏകീകൃത കുർബാന സീറോ മലബാർ സഭ മുഴുവനിലും എറണാകുളം ഉൾപ്പെടെ മാറ്റമില്ലാതെ നടപ്പാക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ട് 8 പള്ളികളിൽ ഏകീകൃത കുർബാന ഇപ്പോൾ നടപ്പായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം എന്തിനാണ് പ്രശ്നമുണ്ടാക്കാൻ പാമ്പളാനി പിതാവ് 10-ാം വകുപ്പ് കൂട്ടിച്ചേർത്തത്? ഈ പള്ളികളിൽ, ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ പ്രശ്നങ്ങൾ ഇല്ലേ, ഇടവകയുടെ കൂട്ടായ്മയെ ലക്ഷ്യമാക്കി ചർച്ചകൾ രമ്യമായി പരിഹരിക്കുമെന്ന് 10-ാം ഖണ്ഡം എഴുതി ചേർത്ത് എന്തിനാണ്? ആ 10-ാം ഖണ്ഡത്തിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് എഴുതിയിട്ട് ഒരു ഉണ്ടായിരുന്ന കൂരിയായി മാറ്റി ഇപ്പോഴത്തെ കൂരിയായി വെച്ച് അവിടെയെല്ലാം പ്രശ്നമുണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ വെളിച്ചത്തിൽ അവിടെയെല്ലാം ജനാഭിമുഖ കുർബാന, ഇല്ലിസിറ്റായി കുർബാന നടപ്പാക്കാനും എന്തിനാണ് പാമ്പളാനി പിതാവ് മുൻകൈയെടുത്തത്? ഈ ഇരട്ടത്താപ്പ് അതെ എന്നോ അല്ല എന്നും അല്ല, ദുഷ്ടനിൽ നിന്ന് വരുന്ന ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് എഴുതി ചേർത്തത്? ഇത് മെത്രാൻ സിനഡ് ചോദിക്കണം. എന്തിനാണ് ഈ സമവായ സർക്കുലർ? ഇത് സിറിൽ പിതാവും പെർമനന്റ് സിനഡും പൗരത്വ തിരുസംഘമൊക്കെ ചർച്ച ചെയ്തിട്ടാണെന്ന് പറയുന്നു. നിങ്ങളത് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ തെറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പെർമനന്റ് സിനഡും പൗരത്വ തിരുസംഘം ഉണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാണ്, സിറിൽ പിതാവും ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നു, അവരെല്ലാം ഇത് അറിഞ്ഞിട്ടാണെങ്കിൽ അവരും നിങ്ങളെപ്പോലെ കുറ്റക്കാരായിരിക്കും. തിന്മ ചെയ്യുന്നത് ആരായാലും കുറ്റക്കാരായിരിക്കുമല്ലോ. അതിനാൽ എൻ്റെ ചോദ്യം ഇതാണ്: പ്രിയപ്പെട്ട മെത്രാന്മാരെ, തട്ടിൽ പിതാവേ, പാമ്പളാനി പിതാവേ, മറ്റ് മെത്രാന്മാരെ, എന്തിനാണ് നിങ്ങൾ തന്നെ സഭാമക്കളെ പീഡിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ കണ്ണീര് കാണാതെ നിങ്ങൾ പോകുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയനേറ്റിൽ നിങ്ങൾ തിരിച്ചറിയാത്തത്? കുടുംബത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ത്? അവർക്ക് അവരുടെ ആത്മാക്കളെ അപകടത്തിലാക്കുന്നത് എന്തിന്? അവർക്ക് കൂതാശികൾ കിട്ടുന്നില്ല, അവരുടെ മക്കൾക്ക് വേദപാഠം കിട്ടുന്നില്ല, അവർക്ക് എല്ലാ ദിവസവും വികാരിച്ചമാരെ അവർ പീഡിപ്പിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്തണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ കണ്ണ് തുറക്കാത്തത് എന്തുകൊണ്ട്? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.